ഹമാസ് തീവ്രവാദികളെ അനുകൂലിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര ക്യാമ്പയിൻ ഡിജിറ്റൽ സൈലൻസിന് പിന്തുണ അർപ്പിച്ച് CPM നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കശ്മീരിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും കൂട്ടക്കുരുതിയിൽ ഇല്ലാത്ത CPMന്റെ വേദന കപട മനുഷ്യത്വം എന്ന് BJP. CPMന്റേത് മാർക്സിസത്തിൽ മൗദൂദിയസത്തിലേക്കുള്ള മാറ്റമെന്നും BJP. വിമർശനവുമായി ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തി. ഗാസയിലെ ഹമാസ് തീവ്രവാദികളെ അനുകൂലിച്ച് അന്താരാഷ്ട്ര തലത്തിൽ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ സൈലൻസിന് പിന്തുണയർപ്പിച്ച CPM പോളിറ്റ് ബ്യൂറോ നടപടിക്കെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ക്യാമ്പയിന് പിന്തുണയർപ്പിച്ച് ദേശീയ സെക്രട്ടറി MA ബേബി രംഗത്ത് വന്നിരുന്നു. CPMന്റേത് കപട മനുഷ്യത്വവാദമാണെന്നും കാശ്മീരിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഹിന്ദു ന്യൂനപക്ഷങ്ങളെ കൂട്ടക്കുരുതിയിലില്ലാത്ത വേദന ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ് വിമർശനം. മത രാഷ്ട്ര ശക്തികളുടെ മത ഭീകരവാദികളുടെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ പിന്തുണയുമായിട്ട് വന്നിരിക്കുന്നത്. ഇവർ മാനവികതയാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ കാശ്മീരിൽ 50,000-ഓളം ആൾക്കാരെ അവിടുന്ന് പലായനം ചെയ്തപ്പോൾ ഇവർക്ക് ഈ മാനവികത ഉണ്ടായില്ലല്ലോ. ഗാസയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും അതോടൊപ്പം തന്നെ ഈ ഡിജിറ്റൽ പ്രതിഷേധം നടത്തുന്നവരും എന്തുകൊണ്ട് പാലസ്തീനിലെ പാവപ്പെട്ട ആൾക്കാർക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ അത് കാണിച്ചില്ല? CPM നടപടിയിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തി. ഗാസയിലെ മനുഷ്യർക്ക് മാത്രമാണോ നീതി ലഭിക്കേണ്ടത് എന്ന് CPM ചിന്തിക്കണമെന്നും ഹിന്ദു ഐക്യവേദി ചോദിച്ചു. കൂട്ടക്കൊല ഗാസയിൽ മാത്രമല്ല, ലോകത്തെ പല രാഷ്ട്രങ്ങളിലും ഇത്തരം കൂട്ടക്കൊലകൾ നടന്നു. കൂടുതൽ പറയേണ്ടത് നമ്മുടെ ഭാരതത്തിൽ തന്നെ പഹൽഗാം കൂട്ടക്കൊല നടത്തിയ തീവ്രവാദ ആക്രമണത്തിനെതിരെ ശക്തമായി ഒന്ന് പ്രതികരിക്കാൻ പോലും ആഹ്വാനം ചെയ്യാത്ത CPMും ചില തീവ്രവാദ സംഘടനകളും ഗാസയിൽ മാത്രം കൂട്ടക്കൊലയെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ അവിടുത്തെ മനുഷ്യന്മാർക്ക് മാത്രമാണോ നീതി ലഭ്യമാകേണ്ടത് എന്ന് CPM ഒരിക്കൽ കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ഗാസയിലെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ സൈബർ ലോകത്ത് നടത്തുന്ന ക്യാമ്പയിനാണ് ഡിജിറ്റൽ സൈലൻസ്. അതത് രാജ്യങ്ങളിൽ പ്രാദേശിക സമയം രാത്രി 9 മണി മുതൽ 9:30 വരെ ഇന്റർനെറ്റിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ജൂലൈ 5-ന് ആരംഭിച്ച ക്യാമ്പയിൻ ജൂലൈ 11-ന് അവസാനിക്കും. ജനം, തിരുവനന്തപുരം.